ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 32യിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോർഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഖ്യ 8 മുതൽ 11 വരെയും മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിച്ച് തയ്യാറായിരിക്കുകയായിരിക്കും എന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നൗക അല്ലെങ്കിൽ വഞ്ചിയുടെ പ്രധാനപ്പെട്ട പിൻഭാഗം ഏത്? നൗക അല്ലെങ്കിൽ വഞ്ചിയുടെ പ്രധാനപ്പെട്ട പിൻഭാഗം ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സൂര്യൻ അസ്തമിച്ച ശേഷം പാളയത്തിൽ അടർന്നു വീണ രണ്ട് വസ്തുക്കൾ ഏതെല്ലാം? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. സൂര്യൻ അസ്തമിച്ച ശേഷം പാളയത്തിൽ അടർന്നു വീണ രണ്ട് വസ്തുക്കൾ ഏതെല്ലാം? മൂന്നാമത്തെ ചോദ്യം: ഒരു സസ്യത്തിന്റെ ആദ്യത്തെ അക്ഷരം ഒരു ശരീര അവയവത്തിന്റെ പേരാണ്. സസ്യം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു സസ്യത്തിന്റെ ആദ്യത്തെ അക്ഷരം ഒരു ശരീര അവയവത്തിന്റെ പേരാണ്. സസ്യം ഏത്? നാലാമത്തെ ചോദ്യം: ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രവൃത്തി ചെയ്തു. ഞങ്ങളുടെ പേരിന്റെ അവസാന രണ്ട് അക്ഷരം ഒരുപോലെ. ഞങ്ങൾ ആരൊക്കെ? പ്രവൃത്തി എന്ത്? ചോദ്യം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രവൃത്തി ചെയ്തു. ഞങ്ങളുടെ പേരിന്റെ അവസാന രണ്ടക്ഷരം ഒരുപോലെ. ഞങ്ങൾ ആരൊക്കെ? പ്രവൃത്തി എന്ത്? ഓക്കെ. ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം: യേശു പടകിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് എന്ത്? യേശു പടകിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് എന്ത്? ഓക്കെ. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഉത്തരം അയക്കാൻ. ഞാൻ ഓൾറെഡി നമ്മൾ ബൈബിൾ ക്വിസിന്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ നല്ലപോലെ കേൾക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ ചോദ്യത്തിന്റെ ഓരോ വാക്കും വളരെ വാല്യുബിൾ ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം അയക്കാൻ. ഓക്കെ. അപ്പോൾ അടുത്ത ഇതിന്റെ ആൻസേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.